ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നതിനോട് ഞാൻ പണ്ടും ബോധേഡല്ല. ലക്ഷ്മി, അനുമോളുടെ വിജയം എങ്ങനെ കാണുന്നു? അവിടെ നിന്ന് പറഞ്ഞാൽ മതി. എന്താ ഭയങ്കര കുറച്ച് അവിടെ നടക്കുന്ന സ്ഥലം മാറി ലക്ഷ്മി, ഈ അനുമോളുടെ ഒരു അങ്ങോട്ടൊന്നും അല്ല, അങ്ങോട്ട് മാറി വീഴല്ലേ? അതെ, അർഹതപ്പെട്ട ആൾക്ക് തന്നെയാ. അവിടെ 100 ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞോട്ടെ. അർഹതപ്പെട്ട ആൾക്ക് തന്നെയാ കിട്ടിയ. എല്ലാവരുടെയും മൈക്കാണല്ലോ. അർഹതപ്പെട്ട ആൾക്ക് തന്നെയാ കിട്ടിയ. കാരണം ഇത്രയും ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. സർവൈവലാണ്, സർവൈവൽ ഗെയിമാണ്, റിയാലിറ്റി ഷോ ആണ്. എല്ലാ പ്രതിസന്ധികളും മാറിയിട്ട് തരണം ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ അത് വിന്നറിന്റെ കഴിവ് തന്നെയാണ്. അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ അനുമോളുടെ കയ്യിൽ ആലട്ടം നോക്കിയപ്പോൾ ലക്ഷ്മി ഭയങ്കരമായിട്ട് അത് നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസം നിന്നാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം പ്രഷർ അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു പ്രഷർ കുക്കറിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിന്നിട്ട് 100 ദിവസം തികയ്ക്കാന്ന് പറഞ്ഞാൽ 100 ദിവസം തികച്ച 5 പേരും അത്രയും അധികം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരാൾ വിന്നർ ആവുക എന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം. ആ സന്തോഷ പ്രകടനം എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ ഒരു സന്തോഷ കണ്ണീര് ഇവിടെ പുറത്തു വരുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് റീച്ചിന് വേണ്ടിയിട്ട് അനുമോളുടെ വിജയത്തെ ഉപയോഗിക്കുന്നത്. ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നതിനോട് ഞാൻ പണ്ടും ബോധേഡല്ല, ഇപ്പോഴും ബോധേഡല്ല. അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ തോന്നൽ മാത്രം. എനിക്ക് പ്രശ്നമില്ല. കറക്റ്റ് ആയിട്ട് നിൽക്കുന്നേന്നോ? എനിക്ക് അനുമോളുടെ ഗെയിമാണ് കറക്റ്റ്. വേറൊരാളുടെ തെറ്റെന്നൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാനൊരു റീ എൻട്രിയുടെ സമയത്ത് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര മോശമായിട്ട് ഒരാളോട് മാത്രം സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടപ്പോഴത്തേക്കും എനിക്കതിൽ തെറ്റ് തോന്നി. ഞാൻ ഇടപെട്ടു. ഞാൻ അനുമോളുടെ അടുത്ത് ഹൗസിനുള്ളിൽ നോക്കിയാൽ കാണാം വളരെ അധികം ക്ലോസ് ആയിട്ട്. ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് അത്ര അധികം ക്ലോസ് ആയിട്ടിരുന്നില്ല. എനിക്ക് എൻ്റെതായ ഗെയിം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു നിന്നിരുന്നത്. പക്ഷെ റീ എൻട്രിയുടെ സമയത്ത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരാളെ മാത്രം ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് അതിലൊരു ശരികേട് തോന്നി. ഞാൻ ഇടപെട്ടു. അത്രയും ചെയ്തിട്ടുള്ളൂ. ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ശൈത്യമൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അഗെയിൻസ്റ്റ് ആയിട്ട് അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നല്ലോ. അതിനെക്കുറിച്ച് എന്താ പറയുക? എനിക്ക് വേറൊരാളുടെ കാര്യം അറിയത്തില്ല. റീ എൻട്രിയുടെ ഉദ്ദേശം തന്നെ അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു. അത് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യാതിരുന്ന് ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താന്നുള്ള എൻ്റെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ ശൈത്യയുടെയും വിൻസിയുടെ ഒക്കെ ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് അനുമോൾക്ക് ഭയങ്കരമായിട്ട് വോട്ടിംഗ് കൂടിയ പോലെ തോന്നുന്നു. അതിനകത്ത് ഇപ്പോൾ അവർ വീടിനുള്ളിലിരിക്കുന്ന ആളും പുറത്തെ ഒരു കാര്യവും അറിയാതെയാണ് അതിനകത്ത് ജീവിക്കുന്നത്. പുറത്തെ കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും യാതൊരു കാര്യമില്ല. അവരെന്ത് പറയാനാണ് അതിനെക്കുറിച്ച്? അതുകൊണ്ട് അതെന്താ ചെയ്തതെന്ന് അവർ തന്നെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ഈ അനീഷേട്ടൻ സെക്കൻഡ് ആയാലും എന്തെങ്കിലും ബുദ്ധിമുട്ടായിരുന്നു? ബുദ്ധിമുട്ടില്ലാതെ വോട്ടിങ്ങിൻ്റെ അനുസരിച്ചാണല്ലോ. വോട്ടിങ്ങിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. എന്തുമാത്രം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് വോട്ടിംഗ് വരുന്നത്. ആൾക്കാരുടെ സ്നേഹം, ഇഷ്ടം നമ്മളെ മനസ്സിലാക്കുക. നമ്മളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് ആൾക്കാർ സ്നേഹിക്കുകയാണ് ഈ ഒരു ഷോയിൽ. അപ്പോൾ അതിനകത്ത് യാതൊരു ഇതുമില്ല. ഫസ്റ്റ് അതിൽ അങ്ങനെ ഗെയിമിനനുസരിച്ചുള്ളതായിട്ട് എല്ലാവരും ഗെയിം അനുസരിച്ചാണ് നിന്നിരിക്കുന്നത്. അങ്ങനൊന്നും എനിക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല. ഗെയിമാണ്, ഗെയിം കഴിഞ്ഞു. ഞാനത് ഗെയിമായിട്ട് കാണുന്ന ഒരാളാണ്. അങ്ങനെ മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു ഫേക്കാണോ ഇന്നാളോ അങ്ങനെയാണോ അങ്ങനത്തെ ഒരു അഭിപ്രായമില്ല. കുറച്ച് ഞാനൊരു ഹോണസ്റ്റ് ആയിട്ടൊരു ഒപ്പീനിയൻ പറയുന്നത്, മൂക്ക് ഒത്തിരി നീണ്ട നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കരുത്. സ്വന്തം കമ്മ്യൂണിറ്റി ആള് തന്നെ മോശമായിട്ട് പറഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. ഒരു മഴവില്ല എന്നൊരു വാക്ക് വന്നാൽ എൻ്റെ അനിയൻ അതിന് പ്രതികരിക്കും. അപ്പോൾ ഇങ്ങനല്ല ഒരാൾ ഒപ്പീനിയൻ പറയുമ്പോഴത്തേക്കും ഇങ്ങനൊന്നും അല്ല പെരുമാറേണ്ടത്. ഐ തിങ്ക് ഇറ്റ്സ് റോങ്. ഒന്നാമത്
ശോഭ സർക്കാസമാണ് ഉദ്ദേശിച്ചെങ്കിൽ കോമഡി ആയിട്ടുണ്ട്, നല്ല കോമഡി ആയിട്ടുണ്ട്. ചെക്കിൻ്റെത് ഞാൻ സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഓൾറെഡി അത് ഞാൻ നിർത്തിയായിരുന്നു. കാരണം രണ്ട് സൈഡിൽ നിൽക്കാൻ പാടില്ല ശോഭ. ആക്ച്വലി എൻ്റെ PR എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്യണം, വേറെയുള്ള ആൾക്കാരെയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ചെക്കിന് സ്റ്റോപ്പ് പേയ്മെൻറ്റ് കൊടുത്ത് ഞാൻ തന്നെ നിർത്തിയതാണ്. അങ്ങനെ ഇപ്പോൾ ആ പേയ്മെൻറ്റ് വാങ്ങിക്കാനുള്ള അർഹത ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ അനുമോൾക്ക് കപ്പടിച്ചതിൻ്റെ പേരിൽ ഹാപ്പി ആവാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് എന്താണ് PR-ന്റെ പേരിൽ മാത്രം വിന്നറായ ഒരു ഇതായെന്നാണ് അനുമോൾക്ക് കൊടുത്തിട്ടുള്ളത്. എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? PR-ന്റെ പേരിൽ മാത്രമാണ് അനുമോൾ ജയിച്ചത്. PR കൊടുത്തിട്ട് ജയിക്കാനായിരുന്നെങ്കിൽ ഈ നാട്ടിൽ പൈസയുള്ള കുറച്ച് പേർക്ക് പോയിട്ട് അവിടെ പോയിരുന്ന് ജയിക്കാൻ പറ്റുന്ന ഗെയിമല്ലേ ബിഗ് ബോസ് അല്ലേ? PR ആർക്കാ ഇല്ലാത്ത? ഓൾമോസ്റ്റ് എല്ലാവർക്കും PR ഉണ്ട്. PR കൊടുത്തിട്ട് നിന്നിട്ട് ജയിച്ച ഒരാളെന്ന് ആരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ വേറൊരാൾ കാരണം ഔട്ടായി പോയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിച്ചിട്ട് ഇപ്പോൾ സീസൺ കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തോളമായി, എന്നിട്ടും ജിൻഡോ ജയിച്ചത് PR-ന്റെ പേരിലാന്ന് പറയുന്നത്. ഒരിക്കലും അവിടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അവിടെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അവിടെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണെന്നുള്ളത് കാണിച്ചു തന്നേനെ. PR-ന്റെ ബലത്തിലോ അങ്ങനെ ഒന്നും നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ചിലർക്ക് നമ്മുടെ മനസ്സിൻ്റെ കട്ടി എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് ആ ഗെയിം ഷോയിൽ നമ്മൾ നിലനിന്ന് പോവുക. സർവൈവൽ ഗെയിമാണ്, പല ടൈപ്പിലുള്ള ഇത് വേണം. ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, നമ്മുടെ സ്വഭാവത്തിലെ നല്ലതും ചീത്തയും കൂടെ കണ്ടിട്ട് വേണം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ. അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത്. ഒരാൾ ഇപ്പോൾ 100% എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ടിട്ടല്ല ഒരു വിന്നർ വരിക. 100%-ൽ ഒരു 5% ചിലപ്പം ഇഷ്ടക്കേടുള്ളവരും ഉണ്ടാവും. സോ അനുവിൻ്റെ കാര്യത്തിലാണെങ്കിലും PR എന്ന് പറയുന്നവർ സ്വയം ഒന്ന് ചിന്തിക്കണം. അവർക്കും ഉള്ളിൽ ഗെയിം കളിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈം അവരെങ്ങനെയാണ് യൂസ് ചെയ്തത് അതനുസരിച്ച് വോട്ടും അവിടെയുള്ള എക്സിസ്റ്റൻസും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ആദില നൂറ എന്ന് പറയുന്ന അനുമോളുടെ വളരെ അടുത്ത സൗഹൃദങ്ങളാണ്. എന്നിട്ട് അവർ പോലും അവർ സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടില്ല. ബാക്കിയുള്ള എല്ലാവരും സ്റ്റോറി ഇട്ടിട്ട് ആഘോഷിക്കുമ്പോൾ അവർ ആഘോഷിക്കുന്നില്ല. അവർ അനുമോളെ സ്റ്റോറി പോലും ഇട്ടിട്ടില്ല ഒരു വിന്നറായതില്ല. ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കും ഇവരുടെ സൗഹൃദം മുന്നോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നു? എനിക്കറിയില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് വേറൊരാളുടെ കാര്യം ചോദിച്ചാൽ എനിക്കറിയില്ല. ലക്ഷ്മിയുടെ റീഎൻട്രി ഭയങ്കര കൂളായിരുന്നല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പോസിറ്റീവ് കണ്ടസ്റ്റന്റ് അല്ലാതെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ രസമല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അകത്ത് ഇത്തവണ കയറി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു നെഗറ്റിവിറ്റി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു പ്രഷർ ഫീൽ ചെയ്ത് എല്ലാവരും കൂടി ഇങ്ങനെ ഒരാളെ ആക്രമിക്കുന്നുണ്ടപ്പോൾ. അല്ലാതെ ഞാൻ ഒരു 50 ദിവസം നിന്നപ്പോഴും ആ വീട്ടിൽ ഞാൻ കംപ്ലീറ്റ്ലി ആസ്വദിച്ച് നിന്ന ഒരാളായിരുന്നു. ആ ഒരു ഇത് റീഎൻട്രിയുടെ സമയത്ത് കിട്ടിയില്ല. എല്ലാവരും ഒന്ന് പെട്ടെന്ന് പുറത്തിറക്കി വിടാവോ ബിഗ് ബോസ് ഞാൻ മൈക്കെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അത്ര കൂളായിട്ട് എനിക്ക് തോന്നി. ലക്ഷ്മി മുമ്പ് മനസ്സിലാക്കിയെന്നാണ് ആളുകൾ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നതൊക്കെ അവരുടെയും കൂടെ ഗെയിമിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് ഞാൻ